അയോധ്യ ക്ഷേത്രം വന്നപ്പോൾ പ്രധാനമന്ത്രി പോകുന്നതിനെ പുച്ഛിക്കാൻ നേരത്ത് CPM-നും കോൺഗ്രസിനും എല്ലാവർക്കും ഒരേ സ്വരമായിരുന്നു. പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണോ? ശബരിമലയാണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രമാണെങ്കിലും മറ്റ് മതവിഭാഗങ്ങളുടെ ദേവാലയമാണെങ്കിലും ഒന്നും ഒരു രാഷ്ട്രീയ മത്സരത്തിനും തെരഞ്ഞെടുപ്പ് ഉപയോഗങ്ങൾക്കും ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിനും രാഷ്ട്രീയമായിട്ടോ സാമുദായികമായിട്ടോ മതപരമായിട്ടോ ഭിന്നിപ്പുണ്ടാക്കുന്നതിനും ഇട നൽകുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യത്തെ എൻ്റെ അഭിപ്രായം. ഇപ്പം ഇവിടെ നമ്മൾ കാണേണ്ടത് അയ്യപ്പ ഭക്തന്മാരുടെ ആഗോള സംഗമം. കേൾക്കാൻ നല്ല രസമുള്ള കാര്യമാണ്. ഞാൻ എല്ലാ മാസവും ശബരിമലയിൽ പോകുന്ന ഒരാളാണ്, അയ്യപ്പ ഭക്തനാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു സർക്കാർ ഇപ്പോൾ 10 വർഷമാകാൻ പോവുകയാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ. ഇവർ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവർ ചെയ്യേണ്ട കാര്യം ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളുടെ നല്ല പോക്കിന്, നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് ആവശ്യമായ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ആഘോഷങ്ങളും ആഗോള സംഗമങ്ങളും ഒക്കെ നടത്തേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം, ഭക്തജനങ്ങൾ ആരായാലും ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. ശബരിമലയെ സംബന്ധിച്ച് നമ്മൾ കാണുമ്പോൾ അത് എല്ലാ വിഭാഗം ആളുകൾക്കും, ജാതി മതത്തിന് അതീതമായ എല്ലാ ആളുകൾക്കും വന്ന് അയ്യപ്പനെ ദർശിച്ചു പോകാൻ കഴിയുന്ന ഒരിടമാണ്. ആ ഇടത്ത് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒരു ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഒക്കെ ഉത്തരവാദിത്വപൂർവ്വം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും അടക്കം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നൊരിടമാണല്ലോ ശബരിമല. അവിടെ ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താ? ആ ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങളിൽ സർക്കാർ ചെയ്യേണ്ട റോൾ എന്താ? ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് പ്രാഥമിക കാര്യങ്ങൾ എന്ന് പറയുന്നത്. സാനിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുകയാണ്. ലക്ഷോപലക്ഷം വരുന്ന ഭക്ത സമൂഹം എത്തിച്ചേരുമ്പോൾ അവർക്ക് അടിസ്ഥാന സാഹചര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു കൃത്യമായ നിലപാടുണ്ടാകണം. അത് ദേവസ്വം ബോർഡിനുണ്ടാകണം, ഗവൺമെൻറ്റിനുണ്ടാകണം. ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വം കൂടുന്ന എവിടുന്ന? ദേവസ്വം ബോർഡിന് വരുന്ന വരുമാനം പോലെ തന്നെ സർക്കാരിലേക്ക് നേരിട്ടല്ലാത്ത ഒരുപാട് വരുമാനം വരുന്നുണ്ട്. ദേവസ്വം ബോർഡ് ത്രൂ അല്ലാത്ത ഒരുപാട് വരുമാനങ്ങൾ വരുന്നുണ്ട്. ഒരു KSRTC ബസ്സിൽ ഒരാൾ യാത്ര ചെയ്താൽ, ഒരു തീപ്പട്ടി കൂട് വാങ്ങിയാൽ, ആ വരുന്ന വഴിയിൽ നടക്കുന്ന ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളടക്കമുള്ള മറ്റിതര നാനാ വഴിയിലാണ് വരുമാനം വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു സീസണ് 2500 കോടി രൂപ വരെയാണ്. ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ജനങ്ങൾ ഈ കേരളത്തിൽ വന്ന് ഇറങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന സർക്കാരിലേക്ക് വരുന്ന 2500 കോടി രൂപ വരുന്നതാണ് ഈ സർക്കാരിന്. സർക്കാർ അപ്പം ന്യായമായ രീതിയിൽ വെള്ളം കൊടുക്കണം, ന്യായമായ രീതിയിൽ ഇലക്ട്രിസിറ്റി കൊടുക്കണം. ഇതൊന്നും കുറയ്ക്കുന്നില്ലല്ലോ. ദേവസ്വം ബോർഡിന് കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കുന്നുണ്ടോ? വാട്ടർ ചാർജ് കുറയ്ക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സാനിറ്റേഷൻ സൗകര്യങ്ങൾ കൊടുക്കണമെങ്കിൽ അതിനൊരു പണം നീക്കി വെക്കണം. ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും കൂടി 50-50 പണം മുടക്കേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് 4.5 കോടി രൂപയാണ് ഈ വർഷം മുടക്കേണ്ടിയിരുന്നത്. അതിൽ 2.25 കോടി കൊടുക്കേണ്ടത് കേരള ഗവൺമെൻറ്റാണ്. കൊടുത്തിട്ടില്ല. ഭക്തജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ആദ്യം ശുഷ്കാന്തിയോടുകൂടി ചെയ്യണം. ഇനി മറ്റൊരു കാര്യം പറയാം. ഇനി ദേവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. ഞാൻ ഒന്നുകൂടി കടത്തി പറയാണ്, ഇതൊരു മതസ്ഥാപനം കൂടിയാണ്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ. അതിൻ്റെ അകത്ത് അയ്യപ്പൻ്റെ അവിടെ എല്ലാ വിഭാഗം ആളുകൾക്ക് വരാം എന്നുള്ളത് കൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും വരാൻ കഴിയില്ല. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഭരണസമിതിയിൽ വരാൻ കഴിയില്ല. കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ടെങ്കിൽ അതിൽ ഹിന്ദു MLA-മാർ വോട്ട് ചെയ്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാരെയൊക്കെ നിശ്ചയിക്കുന്നത്. അത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കാണ് കൂടുതൽ ഹിന്ദു അംഗങ്ങളെങ്കിൽ കേരള ഗവൺമെൻറ് അത് തീരുമാനിക്കാൻ കഴിയില്ല. അപ്പം കൃത്യമായും ഇതൊരു മതസ്ഥാപനം കൂടിയാണ്. മതേതര സാന്നിധ്യമാണ് ശബരിമലയെങ്കിലും ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു പരിരക്ഷയുള്ളൊരു സ്ഥാപനമാണ്. അത് ചിത്രധാൽ മഹാരാജാവ് ഈ കവനൻ്റ് ഉണ്ടാക്കി ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി മാറിയ സന്ദർഭത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടിയാണ് ഈ പറയുന്ന കുറേ കെട്ടിടങ്ങൾ. സർക്കാർ ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നില്ലേ? അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ, അതിന് പ്രത്യേക ഒരു സംവിധാനം അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അവിടെ കയറിയൊന്നും ഒരു രാഷ്ട്രീയ നേതൃത്വം കളിക്കേണ്ട സ്ഥലമല്ല.
രാഷ്ട്രീയ നേതൃത്വത്തിന് അങ്ങനെ കയറി ഇടപെടുന്നതും ശരിയല്ല. നമ്മളിവിടെ പിന്നെ അയോധ്യ ക്ഷേത്രം വന്നപ്പോൾ പ്രധാനമന്ത്രി പോകുന്നതിനെ പുച്ഛിക്കാൻ നേരത്ത് CPM-നും കോൺഗ്രസിനും എല്ലാവർക്കും ഒരേ സ്വരമായിരുന്നു. ഒരു ഭരണാധികാരി അതിൽ ഇടപെടാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേ മാനദണ്ഡമായി ഇവിടെയും പറയുന്നത്. ഇന്നിപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു വിശ്വാസികൾ മാത്രമേ പോയി അവിടെ കാര്യങ്ങൾ അവർക്ക് ആവശ്യമായ എല്ലാ പരിരക്ഷയും ഒരുക്കും. അവിടെ വർഗീയവാദികൾ, അതൊക്കെ അവർ വർഗീയവാദികൾ ആരാന്ന് വെച്ചാൽ അവരൊക്കെ മറുപടി പറഞ്ഞോട്ടെ, നമ്മളെ ഒന്നും ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ എൻ്റെ ചോദ്യം, ഞാൻ മനസ്സിലാക്കുന്ന ഇത് ഉദ്ഘാടനം ചെയ്യുന്ന പിണറായി വിജയനാണെന്ന്. പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണോ? എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പം NSS പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പോകണം. വിശ്വാസികളായിട്ടുള്ള ആളുകളിൽ പെടുന്ന ആളാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അദ്ദേഹം ശബരിമല അയ്യപ്പനെ വിശ്വസിക്കുന്നുണ്ടോ? അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. കേരളത്തിൻ്റെ പൊതുസമൂഹം അറിയട്ടെ. അത് പരസ്യമായി പറഞ്ഞാൽ മതി. ഞാൻ അയ്യപ്പ ഭക്തനാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയട്ടെ. ഇവിടെ ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കാൻ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ദേവസ്വം മന്ത്രിയാകാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ല എന്ന രീതിയിൽ പറഞ്ഞു പോകാൻ പറ്റില്ല. അതായത് സർക്കാരിൽ തന്നെ ദേവസ്വം മന്ത്രിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങ് ഒരു ദേവസ്വം ബോർഡ് ഒരു മതസ്ഥാപനം എന്നൊക്കെ പറയുമ്പോൾ കടത്തി പറയുന്നു എന്ന് അങ്ങ് തന്നെ പറഞ്ഞതുകൊണ്ട് ഒരു കടത്തി പറയലല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ദേവസ്വത്തിന്റെ മന്ത്രി ഈ ക്യാബിനറ്റിൽ, ഈ സർക്കാരിൽ അത് ദേവസ്വം വകുപ്പ് ഭരിക്കാൻ ഒരു മന്ത്രിയുണ്ട്. കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞാണ്. അപ്പൊ അദ്ദേഹം വിശ്വാസ പ്രഖ്യാപനം നടത്തിയോ പ്രതിജ്ഞ നടത്തിയോ ഒന്നും ദേവസ്വം മന്ത്രി ആകേണ്ട ആളല്ല. അവിടുത്തെ ഭരണപരമായ കാര്യങ്ങൾ നയിക്കാൻ ഈ സർക്കാർ തീരുമാനിച്ച ആൾ എന്ന നിലയ്ക്ക് അദ്ദേഹം ദേവസ്വം മന്ത്രിയാകുന്നതിനോ ഈ മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ദേവസ്വം വകുപ്പിന് കീഴിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടനം ഇനി മുഖ്യമന്ത്രിയാണ് എങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ശാഠ്യമാണ്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഒഴിവായി നിൽക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ വിമർശനം ഞാൻ നടത്തിയതാണ്. ഞാൻ ചോദിക്കട്ടെ, ധാർമ്മിക അടിത്തറ ഉണ്ടാവുക പറയുന്നത് ഒരു കടുത്ത നിരീക്ഷണമാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. അത് പറയാതെ പോകുക വയ്യ. അല്ല, ഒരു സെക്കൻഡ് മാധു, ആവേശം കൊള്ളല്. ഞാൻ പറഞ്ഞത് പർപ്പസ്ഫുള്ളായി പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്ന മതസ്ഥാപനം അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ എന്താ മറ്റു മതസ്ഥരെ വയ്ക്കാത്തത്? ഒന്ന് മാധു എനിക്ക് പറഞ്ഞു തന്നെ. മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ ദേവസ്വം ബോർഡ് മെമ്പറും പ്രസിഡന്റും ആക്കാത്തത് മതസ്ഥാപനം അല്ലാത്തത് കൊണ്ടാണോ? ഒന്ന് പറഞ്ഞേ. കേരളത്തിലെ സർക്കാരിലേക്ക് ജോലിക്ക് ആളെ എടുക്കുന്നത് കൊടുക്കുന്നില്ല എന്നുള്ളത് അങ്ങയുടെ ശബ്ദവും അങ്ങയുടെ ആശയങ്ങളും ഒക്കെ ആ രീതിയിൽ പോകുന്നതിനെ പറ്റി എനിക്ക് ആകുലതയൊന്നുമില്ല. അങ്ങ് ആകുലപ്പെട്ടാൽ മതി, പറയും. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, നിങ്ങൾ അങ്ങ് അസ്വസ്ഥമാകല്ലേ. ഞാൻ ചോദിക്കുന്നതിന് എനിക്കത് പൂർത്തിയാക്കാനുള്ള സമയം എന്താ? നിങ്ങൾ കേരള ഗവൺമെന്റിലേക്ക് ജോലിക്ക് ആളെ എടുക്കുന്നത് ഏത് റൂട്ടിലാണെന്ന് അറിയാമല്ലോ. നിയമപരമായി എടുക്കുന്നതിന് പബ്ലിക് സർവീസ് കമ്മീഷനാണ് ടെസ്റ്റ് നടത്തുന്നത്, ആണല്ലോ. ആ കാര്യത്തിൽ മാധുവിന് തർക്കം ഉണ്ടാകത്തില്ലല്ലോ. ദേവസ്വം ബോർഡിൽ എന്താ PSC ടെസ്റ്റ് നടത്താത്തത്? ദേവസ്വം ബോർഡിന് എന്തിനാ പ്രത്യേകം റിക്രൂട്ട്മെന്റ് ബോർഡ്? അപ്പം കൃത്യമായി ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് അവിടെ ജോലിക്കായിട്ട് വരുന്നതും അത് ഭരിക്കുന്നതും. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. അത് പറയുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഇവിടെ വന്നിരുന്ന അത് പറയുന്നതിന് എന്താ കുഴപ്പം? ദേവസ്വം ബോർഡ് മെമ്പർമാരെ ഹിന്ദു MLA-മാരാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് പറയുന്നതിൽ എന്താ തെറ്റ്? അതിൽ പറയുന്നതിൽ എന്താണ് ദേവസ്വം ബോർഡിലേക്ക് ആളെ എടുക്കുമ്പോൾ ഞാൻ അതിൽ ഇടപെട്ടില്ല. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാൻ വിശ്വാസിയാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നങ്ങ് പറയുന്നുണ്ടെങ്കിൽ എനിക്കതിൽ വിയോജിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഞാൻ വരാം. നിങ്ങൾ വിയോജിച്ചോളൂ. നിങ്ങൾക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞതിനർത്ഥം എന്താ? ഞാൻ പറഞ്ഞതിനർത്ഥം ദേവസ്വം ബോർഡാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടും അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ടും അയ്യപ്പ ഭക്തന്മാരുടെ താല്പര്യവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നതിന് ആവശ്യമായ ബാക്കിംഗ് സർക്കാർ കൊടുക്കണം. അങ്ങനെ സർക്കാർ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതിരിക്കുകയും ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് പ്രൊമോഷൻ പോലെ സ്റ്റാർ ഹോട്ടലിൽ 10,000 പ്രതിനിധികൾക്ക് പ്രത്യേകമായ താമസ സൗകര്യം ഒരുക്കി അവർക്കൊക്കെ ഇവിടെ വന്ന് വിഹരിക്കാനും അവരിൽ നിന്ന് പണം സമാഹരിക്കാനും പ്രത്യേകമായി ഗവൺമെന്റിന്റെ ഒരു പൊതു പ്രചരണം നടക്കുമ്പോൾ ഇതൊന്നും ഞങ്ങൾ കണ്ടില്ലെന്നേ. മുൻപ് വിശ്വാസ സംരക്ഷണ പോരാട്ടം നടന്നപ്പോൾ കണ്ടോ?